വിദ്യാരംഭത്തോടനുബന്ധിച്ച് തിരൂർ തുഞ്ചൻപറമ്പിൽ വിപുലമായ പരിപാടികളാണ് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് കാണാനായിട്ട് രാവിലെ തന്നെ പോകാമെന്ന് കരുതി. ഹരി ശ്രീ ഗ ത യേ ന മ. പൂങ്കോട്ടുകുളമ്പത്തിൽ തന്നെ റോഡിൽ നല്ല തിരക്കായിരുന്നു. കുട്ടികളെ കൊണ്ട് ആദ്യാക്ഷരം കുറിപ്പിക്കുന്നതിനും അതുപോലെ തന്നെ അത് കാണുന്നതിനൊക്കെ വേണ്ടിയിട്ട് ധാരാളം ആളുകളാണ് ഇവിടെ എത്തിയിട്ടുള്ളത്. സരസ്വതി മണ്ഡപത്തിലും സ്മൃതി മണ്ഡപത്തിലുമായിട്ടാണ് എഴുത്തിനിരുത്തുന്ന ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മലപ്പുറം ജില്ലയിൽ തന്നെ അതിവിപുലമായി എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടക്കുന്ന ഒരിടമാണ് തുഞ്ചൻപറമ്പ്. കഴിഞ്ഞ വർഷം ഏകദേശം 3000-ഓളം കുട്ടികളാണ് അറിവിൻ്റെ ആദ്യാക്ഷരം കുറിക്കുന്നതിനായി ഇവിടെ എത്തിയിരുന്നത്. ഇത്തവണയും അതിലധികം കുഞ്ഞുങ്ങൾ ഇവിടെ ആദ്യാക്ഷരം കുറിക്കുന്നതിനായി എത്തുമെന്നാണ് കരുതപ്പെടുന്നത്. പാരമ്പര്യ എഴുത്താശാന്മാരുടെ നേതൃത്വത്തിലും അതുപോലെ തന്നെ കേരളത്തിലെ തന്നെ പ്രഗത്ഭരായ എഴുത്തുകാരുടെ നേതൃത്വത്തിലും 2 ഇടങ്ങളിലായാണ് ഇവിടെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷം വരെ മലയാളത്തിലെ സാഹിത്യകാരനവരായിരുന്ന MT വാസുദേവൻ നായരുടെ നേതൃത്വത്തിലായിരുന്നു ഇവിടെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ നടന്നുകൊണ്ടിരുന്നത്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിലുള്ള ആദ്യത്തെ എഴുത്തിനിരുത്തൽ ചടങ്ങുകളാണ് ഇപ്പോൾ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ കുരുന്നുകളെ കൊണ്ട് ഇവിടെ ആദ്യാക്ഷരം കുറിപ്പിക്കുന്നതിനായി എത്തിയിട്ടുണ്ട്. പുലർച്ചെ വളരെ നേരത്തെ തന്നെ ഇവിടെ എഴുത്തിനിരുത്തൽ ചടങ്ങുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോഴും ആളുകൾ കുഞ്ഞുങ്ങളെ കൊണ്ട് ആദ്യാക്ഷരം കുറിപ്പിക്കുന്നതിനായി ഇങ്ങോട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. അറിവിൻ്റെ ആദ്യാക്ഷരം നാവിലും വിരലിലും പകർന്നുകൊണ്ട് അവർ ഇവിടെ നിന്നും വിദ്യ ആരംഭിക്കുകയാണ്. തുഞ്ചൻപറമ്പിൽ നടക്കുന്ന ഈ പരിപാടിയോടനുബന്ധിച്ച് നഗരത്തിലും തുഞ്ചൻപറമ്പിലും കനത്ത നിയന്ത്രണങ്ങളും വാഹന നിയന്ത്രണങ്ങളുമാണ് ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഭാഷാപിതാവിൻ്റെ മണ്ണിൽ വന്ന് കുഞ്ഞുങ്ങളെ കൊണ്ട് ആദ്യാക്ഷരം കുറിപ്പിക്കുന്നതിനായി വിവിധ ജില്ലകളിൽ നിന്നുള്ള ആളുകളാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. മുൻകൂട്ടി ബുക്ക് ചെയ്തും ഇവിടെ വന്നതിന് ശേഷം ടോക്കൺ എടുത്തും കുട്ടികളെ എഴുത്തിനിരുത്താവുന്നതാണ്.